എൻ മനമേ ദിനം വാഴ്ത്തുക നീ, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. നമ്മുടെ പാപങ്ങൾ ഒത്തവിധം വരൻ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ ഒത്തവിധം വരൻ പകരം നമ്മോടു പ്രവർത്തിക്കുന്നില്ല. വാനഭൂമിക്കുമേലുന്നതം പോലെ തൻ്റെ ഭക്തർ മേലുന്നതം തന്നെ. നാം വെറും പൊടി അവനോർത്തിടുന്നു. വാനഭൂമിക്കുമേൽ ഉന്നതം പോലെ തൻ്റെ ഭക്തർ മേലുന്നതം തന്നെ. നാം വെറും പൊടി അവനോർത്തിടുന്നു. എൻ മനമേ ദിനം വാഴ്ത്തുക നീ, എൻ്റെ സർവാന്തരംഗവുമേ യഹോവയെ. എൻ മനമേ ദിനം വാഴ്ത്തുക നീ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 103 സങ്കീർത്തനം അതിൻ്റെ 11-12 വാക്യങ്ങളെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ ദയയുടെ വലുപ്പം എങ്ങനെയുള്ളതെന്ന് ഉള്ളൊരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ദൈവം മനുഷ്യനോട് ദയ കാണിപ്പാൻ കാരണമെന്ത്? ഏകദേശം 43 പ്രാവശ്യം ദയ എന്ന വാക്ക് ദൈവജനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എഫെസ്യർ 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ലൂക്കോസ് 6:36 പറയുന്നത്, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സലിവുള്ളവരായിരിക്കും. സദൃശവാക്യം 11:17 ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു. കൊലോസ്യർ 3:12 ദയയുള്ളവരായിരിക്കാൻ പറയുന്നുണ്ട്. സദൃശവാക്യം 31:26 ദയയുള്ള ഉപദേശത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ദൈവസ്നേഹം ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ദയ കാണിപ്പാൻ സാധിക്കൂ എന്ന് 1 കൊരിന്ത്യർ 13:4-7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. സദൃശവാക്യം 19:17 എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നുവെന്ന് വായിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ദയയുടെ വലുപ്പത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പറയുന്നുണ്ട്. വിലാപങ്ങൾ 3:22 പറഞ്ഞിരിക്കുന്ന മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാണ്. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. ഈ ഒരൊറ്റ കാരണത്താലാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ലംഘനത്താൽ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ വീണ്ടെടുപ്പാനായി ദൈവമായവൻ മനുഷ്യരൂപമെടുത്ത് മനുഷ്യൻ്റെ പാവങ്ങളെ കാൽവറി ക്രൂശിൽ ചുമന്നൊഴിച്ച് നഷ്ടപ്പെട്ട മനുഷ്യനെ പിതാവിൻ്റെ സന്നിധിയിൽ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത തൻ്റെ പ്രാണനെ മനുഷ്യന് വേണ്ടി ബലിയർപ്പിച്ചു. ലോകത്തിൽ ആർക്കും സാധിക്കാതെ പോയ ഈ കർമ്മം ദൈവത്തിനായി ക്രിസ്തുവിലൂടെ സാധിച്ചെടുക്കാനുണ്ടായ കാരണം ദൈവത്തിന് മനുഷ്യനോടുള്ള ദയയുടെ വലുപ്പം കൊണ്ടാണ്. ആകാശം ഭൂമിയും തമ്മിലുള്ള അകലത്തിന് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം വലുപ്പമാണ് ദൈവത്തിൻ്റെ ദയക്കുള്ളത്. അതിനാലാണ് നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. സർവശക്തനെല്ലാം നന്നായി ചെയ്യുന്നു എന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ ദൈവത്തിൻ്റെ ദയയുടെ വലുപ്പം അതിൻ്റെ ആഴവും തിരിച്ചറിയാതെ ഇന്നും പാപത്തിലൂടെ ജീവിതമെന്നാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ദൈവസന്നിധിക്കുറവുകളെ സമ്മതിക്കാം. ദൈവം കരുണയും ദയയും ദീർഘക്ഷമയുള്ള ദൈവമാണ്. സ്വർഗീയ അനുഗ്രഹങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടെയാണ് എന്ന് അറിയാതെ ഇരിക്കരുത്. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതി ലഭിപ്പാൻ തക്കണം നമ്മൾ മറ്റ് യാതൊരു കർമ്മമാർഗങ്ങളും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. ദൈവസന്നിധിയിൽ ഞാൻ യോഗ്യനല്ല എന്ന് മാത്രം സമ്മതിച്ചാൽ മതി. അങ്ങനെയുള്ളവരെ യോഗ്യരാക്കി തീർത്ത് സ്വർഗീയമായ അനുഗ്രഹങ്ങളും നന്മകളും സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിപ്പാൻ തക്കണം. ദൈവം വാക്ക് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്നുവരെയും അതുപോലെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നല്ല അവസരങ്ങളെ പാഴാക്കാതെ ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ വലുതായി ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ തൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ആകയാൽ ഈ നല്ല ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് മുന്നേറുവാൻ തോന്നണം. സർവ്വശക്തനായ ദൈവം ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.